നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് മകരം, കുംഭം, മീനം എന്നീ 3 കൂറുകളിൽ ജനിച്ച ഉത്രാട നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 7 നക്ഷത്രക്കാരുടെ 2026 പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിൽ ദീർഘകാലം ഒരു രാശിയിൽ തന്നെ നിൽക്കുന്ന ശനി, വ്യാഴം, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് പറയുന്നത്. മറ്റ് ഗ്രഹങ്ങളെല്ലാം മാസങ്ങൾക്കും ദിവസങ്ങൾക്കുമകം ഇഷ്ടാനിഷ്ടഭാവങ്ങളിലേക്ക് രാശിപരിവർത്തനം നടത്തുന്നവയാകയാൽ അവരെക്കുറിച്ച് ഇതിൽ പ്രത്യേകം പരാമർശിക്കുന്നില്ല. ഇന്ന് ആദ്യമായി മകരക്കൂറിൽ ജനിച്ച ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നീ 2.25 നക്ഷത്രക്കാരുടെ വർഷഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ശനി 2026 മുഴുവനും അതിൻ്റെ ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവത്തിലെ ശനി രാജയോഗപ്രദനാണ്. തന്നെയുമല്ല, ശനി മകരക്കൂറുകാരുടെ രാശ്യാധിപനായ ഗ്രഹം കൂടിയാണ്. രാശ്യാധിപനായ ഗ്രഹം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശോഭനഫലം നൽകും. സ്വപ്രയത്നത്താൽ കൂടുതൽ ധനലാഭം സിദ്ധിക്കും. ധനലാഭത്തിനായുള്ള നൂതന വഴികൾ കണ്ടെത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതുവഴി പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. നാൽക്കാലി സമ്പത്തുകൾ വർദ്ധിക്കും. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ധാന്യലാഭം ഉണ്ടാവുകയും ആദായം വർദ്ധിക്കുകയും ചെയ്യും. ക്ഷീര വ്യവസായ മേഖലകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ കൂടിയുള്ള വരുമാനം വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക ഉന്മേഷം ഉണ്ടാവുകയും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്യും. ആരോഗ്യപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. സഹോദരീ സഹോദരങ്ങളുമായി രമ്യതയിൽ പോകും. 1/6/2026 വരെ വ്യാഴം ഇവർക്ക് അനിഷ്ടഭാവമായ 6-ാം ഭാവത്തിലും അതിനുശേഷം ഇഷ്ടഭാവമായ 7-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ 1/6/2026 വരെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തണം. കടവും മറ്റും കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടി പരിഗണിച്ചിട്ട് വേണം കടം കൊടുക്കുവാൻ. ചിലപ്പോൾ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ 2/6/2026 വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവത്തിലേക്കുള്ള രാശിപരിവർത്തനം മൂലം എല്ലാ കാര്യങ്ങളിലും ഒരു പുത്തൻ ഉണർവുണ്ടാകും. ഭാര്യ അഥവാ ഭർത്താവ് വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും. ഭാര്യ അഥവാ ഭർത്താവിന് പുതിയ നല്ല ജോലിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റമോ ലഭിക്കാം. ജോലി സംബന്ധമായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അതിനുള്ള സാധ്യത തെളിയും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് 2/6/2026 മുതൽ അതിൽ ഉന്നതിയും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച അവിവാഹിതരുടെ വിവാഹം നടന്നു കിട്ടാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. ഭാര്യ അഥവാ ഭർത്താവിന് സൗഖ്യവും കുടുംബസുഖവും ഉണ്ടാകും. കുടുംബവുമൊത്ത് ഉല്ലാസയാത്രകളോ തീർത്ഥാടനങ്ങളോ നടത്തും. ഉദ്യോഗ സംബന്ധമായ യാത്രകളിൽ കൂടി കൂടുതൽ നേട്ടങ്ങളുണ്ടാകും. ബുദ്ധിക്ക് ഉണർവും വാക്കിന് കൂടുതൽ തെളിമയും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനപ്രാപ്തിയും ഉണ്ടാകാം. സ്ത്രീജനങ്ങളാലുള്ള സന്തോഷാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. രാഹു ഇവർക്ക് 6/12/2026 വരെ അനിഷ്ടസ്ഥാനമായ ധനസ്ഥാനത്തും അതിനുശേഷം ജന്മരാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. കേതു 6/12/2026 വരെ അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിലും അതിനുശേഷം 7-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. അതിനാൽ കളത്രവുമായി കലഹമുണ്ടാകാതെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക. ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുകയും ആയില്യപൂജ നടത്തുകയോ സർപ്പപ്രീതികരങ്ങളായ മറ്റ് കർമ്മങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് രാഹു കേതു ദോഷശാന്തിക്ക് ഉത്തമമാണ്. 1/6/2026 വരെ ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥാനസ്ഥിതിക്ക് പരിഹാരമാണ്. അതല്ല എങ്കിൽ ഗണപതി, മഹാവിഷ്ണു എന്നിവരുടെ കീർത്തനങ്ങളും വ്യാഴം, രാഹു, കേതു എന്നിവരുടെ കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുക. രണ്ടാമതായി അവിട്ടം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നോക്കാം. ഇവർക്ക് ഇപ്പോൾ 7 ശനിയുടെ അവസാന ചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1/6/2026 വരെയുള്ള വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമായ 5-ാം ഭാവത്തുള്ള സ്ഥിതി കാരണം ഈ സമയം 7 ശനിയുടെ തിക്തഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടില്ല. 1/6/2026 വരെ സാമ്പത്തികമായി നല്ല സമയമായിരിക്കും. എന്നാൽ വരവിനേക്കാൾ ചിലവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾ വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും സുഖാനുഭവങ്ങളും ഉണ്ടാകും.
സന്താനപ്രാപ്തിക്കായി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അതിനുള്ള സാധ്യത കൂടുതലായുണ്ട്. ഗൃഹസംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. രത്നം, സ്വർണം, വിശേഷ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കുവാനും മനസ്സന്തോഷത്തിനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ മികവുണ്ടാവുകയും ഉദ്യോഗലാഭം ഉണ്ടാവുകയും ചെയ്യാം. സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും കളത്ര സൗഖ്യവും ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. കുടുംബത്തിലോ അടുത്ത ബന്ധുവീടുകളിലോ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും അതിൽ പങ്കുകൊള്ളുന്നതിനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിവാഹം നടത്തിക്കൊടുക്കുവാനും സാധ്യതയുണ്ട്. ഉത്സവാദികളിൽ പങ്കുകൊള്ളുകയും ശ്രേഷ്ഠ വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യും. സഹോദരി സഹോദരങ്ങളിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ 1/6/2026 മുതൽ വ്യാഴം അനിഷ്ടഭാവത്തിലേക്ക് മാറുന്നതിനാൽ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഈ സമയം സുഖഹാനിയും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ സമയം രാഹു 6/12/2026 വരെ അനിഷ്ടഭാവമായ ജന്മരാശിയിലും അതിനുശേഷം 7/12/2026 വരെ 12ാം ഭാവത്തിലും, കേതു 6/12/2026 വരെ അനിഷ്ടഭാവമായ 7ാം ഭാവത്തിലും അതിനുശേഷം ഇഷ്ടഭാവമായ 6ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ഈ രാശിക്കാർ നാഗരാജ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നീരാഞ്ജന വഴിപാട് നടത്തുന്നതും 1/6/2026 മുതൽ മഹാവിഷ്ണു പ്രീതികരങ്ങളായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും ഭക്തിയോടെ ഇവരെ പ്രാർത്ഥിക്കുന്നതും ശനി, വ്യാഴം, രാഹു, കേതു എന്നിവരുടെ കീർത്തനങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. മൂന്നാമതായി മീനക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രം 4ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ 2.25 നക്ഷത്രക്കാർക്ക് 1/6/2026 വരെ അത്ര നല്ല സമയമല്ല. ഇവർക്കിപ്പോൾ 7 ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ ജന്മശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജന്മശനി 3/6/2027 വരെ നീണ്ടു നിൽക്കും. അതിനോടൊപ്പം 1/6/2026 വരെ വ്യാഴം അനിഷ്ടഭാവമായ 4ാം ഭാവത്തിലും, രാഹു 6/12/2026 വരെ അനിഷ്ടഭാവമായ 12ാം ഭാവത്തിലും അതിനുശേഷം ഇഷ്ടഭാവമായ 11ാം ഭാവത്തിലും, കേതു 6/12/2026 വരെ ഇഷ്ടഭാവമായ 6ാം ഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവമായ 5ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. 1/6/2026 വരെ ഇവർക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളും ജോലിയിൽ സമ്മർദ്ദങ്ങളും ഭാരിച്ച ജോലി മൂലമുള്ള ക്ലേശങ്ങളും സാമ്പത്തിക നഷ്ടവും ശാരീരിക ക്ലേശങ്ങളും വീട് വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരികയും സ്വജനങ്ങൾക്ക് അരിഷ്ടതയും സ്ഥലം മാറ്റവും സഞ്ചാരക്ലേശങ്ങളും മനസ്സറിയാതെയുള്ള അപകീർത്തിയും മറ്റും അനുഭവത്തിൽ വരാം. ഇതോടൊപ്പം തന്നെ വീട് പണി തുടങ്ങുക, അല്ലെങ്കിൽ വീടോ ഫ്ലാറ്റോ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക എന്നീ നല്ല കാര്യങ്ങളും അതുമൂലമുണ്ടാകാവുന്ന സാമ്പത്തിക ഞെരുക്കവും അനുഭവത്തിൽ വരാം. എന്നാൽ 2/6/2026 മുതൽ വ്യാഴം ഈ രാശിക്കാരുടെ രക്ഷകനായി എത്തുന്നു. 2/6/2026 മുതൽ വ്യാഴം അനിഷ്ടഭാവമായ 4ാം ഭാവത്തിൽ നിന്നും ഇഷ്ടഭാവമായ 5ാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. വ്യാഴം ഇവരുടെ ജന്മക്കൂറിൻ്റെ അധിപഗ്രഹവും അത് രാശി മാറുന്നത് അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കും ആണ്. അതിനാൽ 2/6/2026 മുതൽ 3/6/2027 ജന്മശനി തീരുന്നതുവരെ ഇവർക്ക് വ്യാഴത്തിൻ്റെ സംരക്ഷണം കിട്ടുകയും ജന്മശനിയുടെ ദോഷഫലങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ചെയ്യും. കാരണം 2/6/2026 മുതൽ ഇഷ്ടഭാവത്തിലേക്കും ഉച്ചരാശിയിലേക്കും മാറുന്ന വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്ന ശനിയുടെ മേൽ ശുഭദൃഷ്ടി പതിപ്പിക്കുന്നത് കാരണം ശനിയുടെ ദോഷഫലങ്ങളിൽ കാര്യമായ കുറവ് വരും. ജന്മരാശിയിലേക്ക് ജന്മരാശാധിപനായ ഗ്രഹം അതിൻ്റെ ഇഷ്ടഭാവത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതിനാൽ ഇവർക്ക് 2/6/2026 മുതൽ ദോഷഫലങ്ങളിൽ കുറവ് വന്നു തുടങ്ങും. മീനക്കൂറുകാർക്ക് 2/6/2026 മുതൽ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ജോലിഭാരം കുറയുകയും ചെയ്യും. സന്താനങ്ങളെ കൊണ്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളും സുഖാനുഭവങ്ങളും ഈ സമയം ഉണ്ടാകും. അവിവാഹിതരുടെ വിവാഹം നടക്കുന്നതിനും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് സന്താനലബ്ധിക്കും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെയോ അഥവാ അടുത്ത ബന്ധുക്കളുടെയോ വിവാഹം നടത്തിക്കൊടുക്കും. തനിക്ക് തന്നെയോ അഥവാ സന്താനങ്ങളുടെയോ സൽകീർത്തി മൂലമുണ്ടാകാവുന്ന മാനസിക സുഖം അനുഭവത്തിൽ വരും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മികച്ച വിജയസാധ്യതയുണ്ടാകും. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയും. സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ അഥവാ ഭർത്താവിന് സൗഖ്യവും സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും മനസ്സന്തോഷവും മുടങ്ങിക്കിടന്നിരുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ഇവർ ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് കഴിക്കുന്നതും അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാലിന് 7 പ്രാവശ്യം ഭക്തിപൂർവ്വം പ്രദക്ഷിണം വയ്ക്കുന്നതും സർപ്പപ്രീതി വരുത്തുന്നതും നല്ലതായിരിക്കും. മഹാവിഷ്ണു, അയ്യപ്പൻ, വ്യാഴം, ശനി, രാഹു എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുന്നതും ദോഷശാന്തി നൽകും.
മേൽപ്പറഞ്ഞ ഫലങ്ങളോടൊപ്പം സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടാനിഷ്ട ഭാവങ്ങളിലേക്കുള്ള രാശിമാറ്റങ്ങളും മേൽപ്പറഞ്ഞ ശുഭാശുഭ ഫലങ്ങളിൽ കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ നല്ല ദശാപഹാര സമയമാണ് നടക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും നല്ല ഫലങ്ങൾ കൂടുതൽ തെളിമയോടെ അനുഭവത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ.